ഇത് ചതുരമുല്ലയാണ്. ചതുരമുല്ല എന്ന് കേൾക്കുമ്പോൾ സാധാരണ കാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ്. ഏത് ദേശത്തും വളരുന്നുണ്ട്. കേരളത്തിൽ പോലെങ്കിൽ ഏത് തോട്ടരുവിലും ഉണ്ട് ചതുരമുല്ല പിടിക്കാത്ത സ്ഥലങ്ങൾ. ഈ ചതുരമുല്ല അടി ഇടി വീഴ്ച, ഞരമ്പുകൾക്കുണ്ടാകുന്ന തകരാറുകളെ ഇതൊക്കെ പോക്കുന്നതിന് എണ്ണ കാച്ചിയും കിഴിയിട്ടും ഇതിൻ്റെ സ്വരസം എടുത്ത് സമൂലം ഇടിച്ച്, അതായത് ഇല, തണ്ട്, വേര് ഇതെല്ലാം എടുത്ത് സമൂലത്തിൽ ഇടിച്ച് പിഴിഞ്ഞ ചാറെടുത്ത് സമം ഇതിൻ്റെ തന്നെ ഇളയ തണ്ടുകൾ അരച്ച് കൽക്കവും ചേർത്ത് കാച്ചി പാത്രഭാഗമായിട്ട് പന്നിനെയ്യും ചേർത്ത് പുരട്ടിയാൽ ഏത് അയയാതിരിക്കുന്ന സന്ധികളും അയയും. ആ എണ്ണയുടെ പേര് അയവെണ്ണ എന്നാണ്. അയവെണ്ണ. അയവെണ്ണയ്ക്ക് ഒന്നാന്തരമാണ് ഈ ചതുരമുല്ല എന്ന് പറയുന്നത്. അത്ര പ്രസക്തമാണിത്. ഏത് കുണ്ടും കുഴിയും അയഞ്ഞു വരും. മുട്ടൊക്കെ നൂരാതിരിക്കുന്നവർ, കൈമുട്ട് നൂരാത്തവൻ, കാലുമുട്ട് നൂരാത്തവൻ, വിരലുകൾ നൂരാത്തവർ, ഈ സന്ധികൾ നൂരാത്തവർ അവർക്ക് ഈ അയവെണ്ണ പുരട്ടി കൊടുത്താൽ മതി. ഇത് സമൂലം ഇടിച്ചു പിഴിഞ്ഞ് ഇത് തന്നെ കൽക്കം ചേർത്ത് അരിക്കുമ്പോൾ പാത്രഭാഗമായി പന്നിനെയ്യും ചേർത്ത് അരിച്ച് തേച്ചാൽ സിദ്ധമായ ഫലം ലഭിക്കും എന്നുള്ളതാണ് ചതുരമുല്ലയുടെ വിശേഷം. ഞരമ്പുകൾക്കുണ്ടാകുന്ന എല്ലാ ക്ഷതങ്ങളെയും ശമിപ്പിക്കും. അങ്ങനെ വിശേഷപ്പെട്ടാണ് ചതുരമുല്ല. ഇത് സമയം കഞ്ഞിക്കകത്തിലൊക്കെ കുടിക്കുന്നത്. കഞ്ഞി ചില മരുന്നുകളൊക്കെ ചേർക്കും. അതിനോട് കർക്കിടക കഞ്ഞിയുടെ കൂടെ ഒക്കെ വേണേൽ നമുക്ക് ചേർത്ത് കഴിക്കാം. എന്നാലും നല്ലതാണ്. അങ്ങനെ ചേർത്ത് ഉപയോഗിക്കാം. അല്ലാണ്ട് ഇത് പ്രത്യേകം കഞ്ഞിയൊന്നും വെച്ച് പറഞ്ഞു കേട്ടു. ഒറ്റമൂലിയായിട്ടും കഞ്ഞിയൊന്നും വെക്കുന്നില്ല. ഇല്ല. ഇതിന്റെ സമൂലമാണോ സമയം എടുക്കുന്നത്? സമൂലമാണ് ചേർക്കുന്നത്. എണ്ണയ്ക്ക് എടുക്കുന്നത് സമൂലമാണ്. സമൂലം വേര് വേണം. ഇതിന്റെ വേരിനാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. വേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളുടെ കൂട്ടിരിക്കുകയാണ്. നാടിയുടെ അല്ല, ഞരമ്പിന്റെ കൂട്ടിരിക്കും. വിളക്കി നോക്കണം അതിന്റെ വേര് കാണുന്നത്. ഒരു നീളത്തിലൊരു വേര് കിട്ടാൻ ഇങ്ങനെ വളരെ നല്ല കനത്തിൽ ഈ വിരളിന്റെ കനം കാണും. ഒരു വേര് നല്ല സ്റ്റൈലാണ് കാണാൻ. അതിന് പക്കു വേരുകളൊന്നും അങ്ങനെ ഇല്ല. അതിൻ്റെ കൂടെ ചതുരമുല്ല ഇരിക്കുന്നുണ്ട്. ചതുരമുല്ലയുണ്ട്. ഇതെല്ലാം ഞങ്ങൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി